ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു അവർ കുട്ടി വ്ളോഗ്. അപ്പോൾ ഇന്നത്തേതും എൻ്റെയും ഹേസുട്ടൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. ഇന്ന് ഹേസുട്ടൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. എഴുന്നേറ്റപാടെ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞതുകൊണ്ട് തന്നെ കുറേ നേരം പുറത്ത് നമ്മൾ വായി നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. കിളികൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഓക്കെ ആവാത്തതുകൊണ്ട് അവനെ ഇരുത്തിക്കൊണ്ട് തന്നെ കുറുക്ക് കാച്ചാന്നുള്ള ടാസ്ക് ഞാനങ്ങ് ഏറ്റെടുത്തു. പക്ഷെ പിന്നെയാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത്. ഹേസുട്ടൻ്റെ കുറുക്കുകൾ ഓരോന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഹേസുട്ടിന് 6 month ഉള്ളപ്പോൾ സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ ഇത്. ഒരു ട്രോളി പോലെ 4 വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നല്ലൊരു കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഉള്ളിൽ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റിയേ. അപ്പോൾ ഹേസുട്ടിൻ്റെ എല്ലാ ഐറ്റംസും കൂരവാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് മിക്സ് ആണെന്നുണ്ടെങ്കിലും നട്ട്സ് പൗഡർ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെർലാക്ക് ഉണ്ട്, അതേപോലെ തന്നെ വേറെ മഖാനയുടെ പൗഡർ ഉണ്ട്, നെയ്യുണ്ട്, പിന്നെ ശർക്കരപ്പൊടിയുണ്ട്, കൽക്കണ്ടത്തിൻ്റെ പൊടിയുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് ഹേസുട്ടിന് ഹെൽത്ത് മിക്സ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മമ്മിനെ ഓർക്കും. സംഭവം ഞാൻ എപ്പോൾ കുറുക്ക് കൊടുക്കുന്നത് കണ്ടാലും മമ്മ പറയും, ബോറടിക്കില്ലേ, അവൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്ക്, എല്ലാ ദിവസവും നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ മടുക്കില്ലേ, പാവം കിട്ടും, അവന് വേറെ എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഈ ഒരു ഹെൽത്ത് മിക്സും കൂരവിൻ്റെയൊക്കെ ആ ഒരു പോഷക ഗുണങ്ങളൊന്നും മറ്റൊന്നിനും കിട്ടില്ല എന്ന് കരുതിയിട്ട് ലാസ്റ്റ് ഞാൻ എത്തുന്നത് നമ്മുടെ കുറുക്കിൽ തന്നെയായിരിക്കും. പക്ഷേ ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നട്ട്സ് പൗഡറും അതേപോലെ തന്നെ ഗീയും ഡേറ്റ്സിൻ്റെ പൗഡറും ഡേറ്റ്സിൻ്റെ സിറപ്പും പനം കൽക്കട്ടത്തിൻ്റെ സിറപ്പും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് കുറുക്കിയതിന് ശേഷം മാഷ് ചെയ്തിട്ടുള്ള ബനാനയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴും ആൾ ഓക്കെയാണ് കേട്ടോ, കംഫർട്ടബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നേ കുറുക്ക് മാറ്റിയേനെ. കാരണം അവനത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റിയേനെ. പക്ഷേ ഒരേ ടേസ്റ്റിൽ തന്നെ എന്നും ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം എല്ലാവരും പറയാറുണ്ട്, ഇവനിപ്പോഴും കുറുക്ക് കൊടുക്കുന്ന സമയത്ത് കുറുക്ക് നിർത്തല്ലേ, നമ്മൾക്ക് കുറുക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കുറുക്ക് നിർത്തി, കാരണം അവർ കഴിക്കാണ്ടായതുകൊണ്ട് കുറുക്ക് നിർത്തി എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് പലരും. അപ്പം ഞാൻ ഇങ്ങനെ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പോഷകക്കുറവൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അവൻ്റെ 2 മീലിൽ കുറുക്ക് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ കുറുക്ക് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് ആൾ മൈൻഡേ ചെയ്തില്ല. കണ്ടപ്പോൾ തന്നെ ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കുറുക്കിയൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ കുട്ടി ഓടുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നേ ഇന്നത്തെ കാര്യം കട്ടപ്പുകയാണെന്നുള്ളത്. ഇന്നത്തെ ദിവസം ഒരു സാധനം കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവേ. ഞാനങ്ങനെ കുറുക്കിക്കൊണ്ട് വന്ന സമയത്ത് ആൾ പെട്ടെന്ന് തന്നെ ഒരു കുക്കുംബർ എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഞാനങ്ങനെ അതിൻ്റെ പകുതി കൊടുത്ത് പകുതി ഇരുന്ന് കഴിച്ചു. എന്നിട്ട് കുറുക്ക് ഞാൻ കൊടുക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷവും അവൻ കഴിക്കുന്നില്ല എന്ന് ഉറപ്പായതുകൊണ്ട് മമ്മു പറഞ്ഞതുപോലെ തന്നെ എന്നും കഴിച്ചിട്ട് മടുപ്പായതുകൊണ്ടായിരിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഞാൻ മറ്റൊരു ടാസ്ക് ഏറ്റെടുത്തിട്ട് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാം, അപ്പോൾ നമുക്കും കഴിക്കാം അവനും കൊടുക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ റവയൊക്കെ എടുത്ത് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതുണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നേ. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ സോട്ട് ചെയ്ത് അതിലേക്ക് റവ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെച്ച് അതിനകത്ത് തേങ്ങ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് ഫൈനൽ ഇട്ടാൽ മതി. ഹേസുട്ടിനും കൂടെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഗീയും കൂടെയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കടുക് വറുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ആണ് ഇളക്കിയത്. അപ്പോൾ ഇളക്കിയ സമയത്ത് നല്ല രീതിയിൽ തുരുതുരാ തന്നെ കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ മൂടേ ഒന്നും കഴിക്കാതിരിക്കാനുള്ള മൂടായിരുന്നു ഹേസുട്ടനെ. അതുകൊണ്ട് തന്നെ വാ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് കുറച്ച് പഴമൊക്കെ കട്ട് ചെയ്തിട്ട് അവന് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ ഒരു കരച്ചിലായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ ഇങ്ങനെ തന്നെ പോട്ടെ, പട്ടിണി കിട്ടാലോ, ചോദിച്ച് വന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അത്രയ്ക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കൊണ്ടുവന്ന സമയത്ത് തന്നെ അവൻ വീണ് തറയിൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഏരിയയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവനെ തല്ലിപ്പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വിശക്കട്ടെ എന്ന് കരുതിയിട്ട് വീണ്ടും അവൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതിയോണ്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ, കഴുകിയിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വിരിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നസെൻ്റ് പറയുന്നത് പോലെ നല്ല ദേഷ്യം വരുന്ന സമയത്ത് നല്ല ചൂടുള്ള സാമ്പാറിൽ 2 ഇളക്കിളക്കമെന്ന് പറഞ്ഞ പോലെയാണ്. വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തീരും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ടിരുന്നപ്പോഴാണ് ഫ്രണ്ടിൽ നല്ല പൊടിയുണ്ട്. പക്ഷേ 2-3 ദിവസമായിട്ട് സ്കൂട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. സ്കൂട്ടി നന്നായിട്ട് കളറൊക്കെ മങ്ങി പൊടിയൊക്കെ പിടിച്ചിട്ട് ഓരോ ലെയറായിട്ട് പൊടികൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് കഴുകാമെന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് പുറകിൽ കൊണ്ടുവന്ന് നമ്മൾ പൈപ്പ് ലൈനിൻ്റെ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തുടങ്ങിയ സമയത്ത് ഞാനും ഹേസുട്ടനും നല്ല കുട്ടിയായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും വഴക്ക് പറയണ്ട, ഫുഡ് കഴിക്കാത്തതിനും വഴക്കൊക്കെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പാവം തോന്നിയിട്ട് നിൽക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഉടുപ്പൊക്കെ ഊരിയിട്ട് അവനെയാണോ ബൈക്കിനെയാണോ കുളിപ്പിക്കുന്നത് എന്നറിയാൻ വയ്യാത്ത രീതിയിൽ അവനും കുളിക്കുമായിരുന്നു, ബൈക്കിനെയും കുളിപ്പിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഡയപ്പർ മാത്രമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് മാറ്റൽ വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുളിപ്പിച്ചതിന് ശേഷം ചോറൊക്കെ കൊടുത്തു. ചോറിൽ മീമി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. മച്ചിത് സ്പെഷ്യൽ മസാല ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുത്തി ഇറക്കിയിട്ട് 2 അടിയൊക്കെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എങ്കിലും പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികൾ എങ്ങനെയായിരിക്കും, ചില ദിവസങ്ങളിൽ ഭയങ്കര പാടായിരിക്കും. അത് എന്തോ അവർ തന്നെ വിചാരിക്കും ഇന്ന് ഞാനൊന്ന് കഴിക്കേണ്ടെന്ന് വിചാരിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന സമയത്ത് ആൾ ഡീസൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കപ്പലണ്ടി കഴിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തിരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനും ടെൻഷനാണ്. കാരണം അത് ചോക്കിങ്ങോ കാര്യങ്ങളോ വരുമോ എന്ന് പറഞ്ഞിട്ട് പേടിയാണ്. അപ്പോൾ കൂടെ എടുത്ത് കഴിപ്പിക്കാൻ നോക്കാം, പക്ഷേ അവൻ ഉള്ള കറക്കമായിരിക്കും. ഒരു 4-4:30 ആയിരുന്ന സമയത്താണ് കേട്ടോ കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ പഴവും കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കപ്പലണ്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കപ്പലണ്ടി കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇപ്പോൾ നട്ട്സോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ കൊണ്ട് ഓട്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആളെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടെ എടുത്ത് കഴിപ്പിക്കലാണേ. പിന്നെ നമ്മൾ ചായ ഇട്ട സമയത്ത് അച്ചപ്പം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, പഴം കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ പോയി കുളിച്ചിട്ട് നമസ്കരിക്കാമെന്നൊക്കെ വിചാരിച്ചു. നമസ്കരിച്ച സമയത്തൊക്കെ എൻ്റെ കൂടെ തന്നെ ആളുണ്ടായിരുന്നേ. എന്തോ രാവിലെ മാത്രമേ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ ഭാഗ്യത്തിന്. അപ്പോൾ നമസ്കരിച്ച സമയത്തൊക്കെ അപ്പച്ചി വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എന്നെ റൂമിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുമായിരുന്നേ. നമ്മളെല്ലാം അടുക്കി പറക്കുന്നതിന് തൊട്ട് മുന്നേ ആളെല്ലാം എടുത്തുകൊണ്ട് റൂമിലും ഉമ്മച്ചിയുടെ റൂമിൽ കുറച്ചും എൻ്റെ റൂമിൽ കുറച്ചായിട്ട് മാറ്റി അവിടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമസ്കരിക്കുന്ന സമയം കൊണ്ട്. അങ്ങനെ നിസ്കരിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരത്തെ തന്നെ കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുന്നങ്കായയുടെ പൊടിയാണ് കേട്ടോ. ബീഫർ ബേബീസിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കുന്നങ്കായയുടെ പൊടിയാണ്. അത് ഗീയും കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പും കൂടെ ഒഴിച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം കാരണം കുട്ടി അത് കുടിച്ചു കേട്ടോ. അതിനുശേഷം ദേഹമൊക്കെ കഴുകിയിട്ട് ഇന്ന് നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു പഴവും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഞാൻ കുറുക്കോ ചോറോ ഒന്നും കൊടുക്കാനായിട്ട് നോക്കിയില്ല, കാരണം കുറുക്ക് നല്ല രീതിയിൽ ഹെവി ആയിട്ട് തന്നെ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഇനി ഒന്നും കൊടുക്കണമെന്ന് വിചാരിച്ച് കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.